ബസ്സിലും ട്രെയിനിലൊന്നും കാലുകുത്താൻ പോലും സ്ഥലമില്ലെന്ന് അരവിന്ദ് സാർ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞ വലിയ വിഷമായി. പുറപ്പെട്ടപ്പോൾ തന്നെ തടസ്സമാണല്ലോ എന്നോർത്ത്. ബസ്സും ട്രെയിനും ഫുള്ളായതുകൊണ്ടല്ലേ അരവിന്ദ് സാർ ഈ കാറ് വിട്ട് തന്നത്. ഉർവശി ശാപ ഉപകാരം എന്ന് പറയുന്നത് ഇതിനാ. എനിക്കിപ്പോൾ നല്ല പ്രതീക്ഷ തോന്നുന്നുണ്ട്. അവിടെ ചെന്ന് ദേവിയോട് പ്രാർത്ഥിച്ച പ്രിയൻചേട്ടൻ്റെ അമ്മ രക്ഷപ്പെടുന്നു. അതിൻ്റെ ലക്ഷണങ്ങളായത്. ഇങ്ങനൊരു വഴി പറഞ്ഞെന്ന് നിന്നോടും ഞാൻ നന്ദി പറയണം. അതുകൊണ്ടല്ലേ എനിക്കും ഈ ഭാഗ്യം ഉണ്ടായത്. ചോറ്റാനിക്കരയിൽ പോയി തൊഴുതു വരണമെന്ന് എത്ര കാലമായിട്ട് ആഗ്രഹിക്കുന്നെന്നോ. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. നീ പറഞ്ഞത് സത്യമാണ് വിജയ. എന്താ നിങ്ങൾ കാണിക്കുന്നേ? ആരാ നിങ്ങള്? എൻ്റെ ഫ്രണ്ട്സാ. ഞങ്ങൾ പാർട്ണർഷിപ്പായിട്ടൊരു ബിസിനസ് നടത്തുന്നുണ്ട്. അതിൻ്റെ കാര്യത്തിന് എറണാകുളത്ത് പോകാൻ വേണ്ടി റെഡിയായപ്പോഴാണ് അരവിന്ദ് സാറിൻ്റെ കോള് വന്നത്. വേറെ വണ്ടി വിളിക്കണ്ടല്ലോ, ഇതിൽ സ്ഥലമുണ്ടല്ലോ. ഡാ കയറടാ. വാടാ, നമുക്ക് ബാക്കിൽ കയറാം. അരവിന്ദ് സാറാ, എന്താന്ന് ചോദിക്കാം. ഹലോ സാർ. കാറിൽ കയറിയോ? ഓ സാർ. കാതലില്ലാത്ത ചെറിയ മരങ്ങളാണല്ലോ സാർ. വെട്ടിയിടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കാണുന്ന പോലെയൊന്നുമല്ല. അതാവണിയെടുത്ത പെണ്ണ് കുറച്ച് മുറ്റ. പെണ്ണിന് കാര്യം പിടികിട്ടിയാൽ നിങ്ങൾ കുറച്ച് വേർക്കും. ഇതിലും വലിയ കേസ് പുല്ലുപോലെ ഡീൽ ചെയ്തിട്ടുള്ള സാറേ ഞങ്ങൾ. എനിക്ക് കാര്യം നടന്നു കിട്ടിയാൽ മതി. പ്രതാപിനോട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ടിനെ കൊന്ന് പൂഴ്ത്തണം. മഷിയിട്ട് നോക്കിയാൽ പോലും പോലീസിന് ആ സ്ഥലം കണ്ടുപിടിക്കാൻ കഴിയരുത്. ആ ഒരു ഡിമാൻഡ് മാത്രമേ എനിക്കുള്ളൂ. ഏറ്റു സാറേ. എന്താണ് നിന്റെ പേര്? എന്നെ എടിയെന്നൊന്നും വിളിക്കരുത്. എന്നാ മുത്തേന്ന് വിളിക്കട്ടെ. അങ്ങനെ വിളിക്കാൻ തന്നെ എനിക്ക് തോന്നുന്നത്. നീ ഒരു സുന്ദരിയാ മുത്തേ. മുത്തേ. നിന്റെ കൂട്ടുകാരെ അവൻ ഏറ്റെടുത്തു. നീ വിഷമിക്കൊന്നും വേണ്ട, നിനക്ക് ഞാനില്ലേ. പ്രതാപൻ ചേട്ടാ, ഇവരോട് വേറെ വണ്ടി വിളിച്ചു വരാൻ പറ. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇറങ്ങും. അരവിന്ദ് സാറിനെ വിളിച്ച് പറയുകയും ചെയ്യും. നീ ആരെ വേണമെങ്കിലും വിളിച്ചു പറഞ്ഞു. രണ്ട് സുന്ദരി കുട്ടികളെ കയ്യിൽ കിട്ടിയിട്ട് അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോ ഞങ്ങൾക്ക് മനസ്സ് വരും. സാർ ഫോൺ എടുക്കുന്നില്ലല്ലോ. പേഷ്യന്റിന്റെ കണ്ടീഷൻ അതേപോലെ തന്നെ തുടരുക. റിപ്പോർട്ടിൽ പോസിറ്റീവായ ഒരു ചാൻസും കാണുന്നില്ല. ഈ കണ്ടീഷനിൽ എത്ര കാലം തുടരാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല. ജീവൻ നിലനിർത്തുകയല്ലാതെ സർജറി ഇപ്പോൾ പോസിബിൾ അല്ല. തിരിച്ചു കിട്ടില്ലെന്നാണോ ഡോക്ടർ പറയുന്നത്?
ചാൻസ് ഉണ്ട്, ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ പ്രിയനെ ഞങ്ങൾക്ക് സമാധാനിപ്പിക്കാം. പക്ഷെ ഞാൻ തുറന്നു പറയാം, പേഷ്യന്റ് രക്ഷപ്പെടണമെങ്കിൽ എന്തെങ്കിലും മിറാക്കിൾ സംഭവിക്കണം. സർജറി അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഈ കണ്ടീഷനിൽ അത് പോസിബിളും അല്ല. മിറാക്കിൾ സംഭവിക്കാൻ പ്രാർത്ഥിക്കാം. സാറേ, ഡോക്ടർ പറഞ്ഞത് സാറ് കേട്ടോ? എന്റെ അമ്മയെ എനിക്കിനി തിരിച്ചു കിട്ടില്ലെന്ന ഡോക്ടർ പറഞ്ഞതിന്റെ അർത്ഥം. പ്രാർത്ഥിക്കാനാ ഡോക്ടർ പറയുന്നത്. ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ റോഡരികിലൂടെ നടന്നു പോയിക്കൊണ്ടിരുന്നേ എന്റെ അമ്മയെ ഈ അവസ്ഥയിലാക്കിയത് കണ്ണി ചോരയില്ലാത്ത ആ ദൈവം തന്നെയല്ലേ? ആ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? ഒരു മിറാക്കിളും സംഭവിക്കില്ല. ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. ചേട്ടാ, ചേട്ടാ, ഞാൻ എന്ത് പറഞ്ഞ പ്രിയനെയും അവന്റെ അനിയത്തിയും സമാധാനിപ്പിക്കാം. പാർവതി കൂടെ ഉണ്ടെങ്കിൽ അത് രണ്ടുപേർക്കും ഒരു ആശ്വാസമായിരിക്കും. പാർവതി എന്താ വരാത്തത്? വിളിച്ചു നോക്കാം. പാറു, ഇത് ശരിയായ റോഡൊന്നും അല്ല. ഒരു കാട്ടുവഴി കൂടെ വണ്ടി ഓടിക്കുന്ന എനിക്കെന്തോ പേടിയാവുന്നു. നീ അരവിന്ദ് സാറിനെ ഒന്നുകൂടി വിളിക്ക്. അരവിന്ദ് സാറാണോ? അല്ല, കൈലാഷ് സാറാ. കൈലാഷ് സാറിനോട് പറയും, ലൈവ് ലൊക്കേഷൻ വെച്ചു കൊടുക്ക. ഇയാൾ എന്തേ കാണിക്കുന്നേ? ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിലെ MD അത്. തൽക്കാലം നിന്റെ MD ഞാനാ. നിന്റെ MDയും തന്തയും ദൈവം തമ്പുരാനും എല്ലാം ഞാനാ കേട്ടാ. ഇവൻ ദൈവം തമ്പുരാൻ, ഞാൻ ദേവി. നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തിലെ ദേവി. കഷ്ടപ്പെട്ട് അവിടം വരെ പോകേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ സങ്കടങ്ങള് എന്നോട് പറഞ്ഞാൽ മതി. പറയൂ മോളെ, എന്താ നിന്റെ സങ്കടം? എന്നോട് പറയ്, ഞാൻ സോൾവ് ചെയ്ത് തരാം.